കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ അത്ര അധികം ദൂരം വരേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ്. ഹായ് ഗായ്സ്, അപ്പൊ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇന്ന് മറ്റേ എവിടുക്കാന്നുള്ള കറക്റ്റ് നിശ്ചയമൊന്നുമില്ല, ജസ്റ്റ് ഇറങ്ങി പോകുന്ന വൈക്കടവ് എത്തിയപ്പോഴാണ് വണ്ടീന്റെ പേപ്പർ നോക്കിയത്. അപ്പൊ അതില് പോക്കഡസ്റ്റ് ഇല്ല. അപ്പൊ ഞങ്ങൾ പോക്കഡസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് കയറിയിരിക്കാം. അപ്പൊ ഇവിടെ വൈക്കടവ് പോണൊരു ഏരിയയിലാണ്. ഇപ്പൊ എവിടുക്ക പോണത് നമ്മൾ കറക്റ്റ് അത് കറക്റ്റായിട്ട് സ്ഥലമൊന്നുമില്ല, ലൊക്കേഷൻ ഒന്നുമില്ല. ഓറഞ്ച് മാംഗോസ് ആണ് ഒരു ഗ്രാമത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. നമ്മളൊക്കെ പോയി നോക്കിയാൽ തന്നെ പോയാ പോയി. വൈബ് ഉണ്ടെങ്കിൽ കുഞ്ഞുട്ടിക്ക് ഇത് കൊടുക്കും, സെക്കൻഡ് കൊടുക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ അടിയോടടി. സൈനിങ് ഓഫ് മുതിർന്ന കോൺഗ്രസ്സുകാരൻ. ഇലക്ഷൻ്റെ അതായതുകൊണ്ട് എല്ലായിടത്തും നല്ല ചെക്കിങ് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഈ മാംഗോ ഓറഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ഞങ്ങൾ വന്നതിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. വെയിലുകൊണ്ട് വലിയൊരു സുഖമൊന്നുമില്ല. അപ്പം ഈ കാണുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ എന്താ റീലിലൊക്കെ വൈറലായ സ്ഥലം. നല്ല കൊട്ടൻ വെയിലുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ എത്തില്ല. നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നതൊക്കെ റീല് കണ്ട് ഫേമസ് ആയിട്ട് വന്നു തന്നെ കാരണമൊക്കെ. ഈ മാംഗോ ഓറഞ്ച് പറഞ്ഞ സ്ഥലത്തുള്ളത് ആകെ രണ്ട് സംഭവങ്ങളുള്ളത്. ഒന്ന് ഒരു ചെറിയൊരു ടീ ഷോപ്പ്, പിന്നെ ഉള്ളത് ഒരു ബൊഗൈൻവില്ല. ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഇവിടെ കാണാനൊന്നുമില്ല. അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത്ര അധികം ദൂരം വരേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ വന്ന ക്ലൈമറ്റിൻ്റെ പ്രശ്നം എന്താ അറിയില്ല. ഇവിടെ നല്ല വെയിലാണ് ഈ നേരത്ത്. ഇപ്പോൾ ടൈം ഉച്ചയാണ്, അതൊക്കെ സത്യമാണ്. ചിലവരൊക്കെ ഉച്ചയ്ക്ക് വന്നാൽ തന്നെ നല്ല കോടുള്ള ടൈമാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഏതായാലും ഈ ടൈമിൽ ഭാഗ്യമില്ല. നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നതുകൊണ്ട്. ഇതാണ് ആ ടീ ഷോപ്പ്. പിന്നെ ഇവിടെ കണ്ടോ, ബാക്ക് കണ്ടോ, ഒരു ബൊഗൈൻവില്ല സെറ്റപ്പ്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടോ ഒരു ടീ ഫാക്ടറി ഉണ്ട് അവിടെ. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മാംഗോ ഓറഞ്ച് പറഞ്ഞ സ്ഥലം. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവിടെ ആ കടയിൽ ചോദിച്ചു. അപ്പോൾ കടയിൽ ചോദിച്ചപ്പോൾ പോലെ പറഞ്ഞത് ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല, ആകെ കാണാനുള്ളത് ഈ ഒരു ഏരിയ. അവർ ശരിക്കും പറഞ്ഞാൽ ഈ ടീ ഷോപ്പിൻ്റെ ഒരു ഏരിയ, അത് മാത്രമേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ ഇവിടെ ഇറങ്ങിയത് ഈ സ്ഥലം, നമ്മൾ കൂടല്ലൂർക്ക് പോകുന്ന സ്ഥലം. അപ്പോൾ ഇതിനായിട്ട് വന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. മാംഗോ ഓറഞ്ച് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പോകുന്നു. അപ്പോൾ അവിടുന്ന് ഊട്ടിക്ക് പോണ വഴിയാണ്. അപ്പോൾ അവിടുന്ന് നല്ല ഒരു ഏരിയ, നമ്മൾ കാറ്റ് കൃഷിയൊക്കെ ഉള്ള ഒരു ഏരിയക്ക് വന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ? ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റും. ഇവിടെ നല്ല ക്ലൈമറ്റ് തന്നെ. ശരിക്കും പറയണമെങ്കിൽ രാവിലെ അവിടെ നേരെ ഊട്ടി ഭാഗത്തേക്ക് പോകുന്നത് നല്ല വെയിലാണ് ഇവിടെ മാംഗോ ഓറഞ്ച് സ്ഥലത്ത്. മാംഗോ ഓറഞ്ചിക്ക് വരാൻ കാരണക്കാരനായ ഒരാളുണ്ട് അവിടെ, കുഞ്ഞുട്ടി. അപ്പോൾ ഇപ്പം കാരണമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്നതാണ് നല്ലത്. ഊട്ടിക്ക് വന്നിട്ടാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിന്. ഇവിടെ നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സ്ഥലം തലൈക്കുന്ത് എത്തുന്നതിൻ്റെ മുമ്പുള്ള ഒരു ഏരിയ. അപ്പം ഇനി ഇവിടുന്ന് നെക്സ്റ്റ് നമ്മൾ തലൈക്കുന്തക്ക് പോവാണ്. ഇനി അവിടെ കുറേ മഞ്ഞപ്പൂക്കളല്ല അവിടെ ഉള്ളത്. തലൈക്കുന്ത മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പോവാം. അങ്ങനെ ഊട്ടിയിലെ മഞ്ഞപ്പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തലൈക്കുന്ത വന്നിക്കണേ. ഇത് നമ്മളെ ഊട്ടിക്ക് പോണ റൂട്ടാട്ടോ, തലൈക്കുന്ത എന്ന് പറഞ്ഞ സ്ഥലം. എന്നുണ്ടോ വിഷ്വലി ഇവിടെയൊക്കെ ആ ഫ്ലവേഴ്സാണ് മഞ്ഞ. ഇവിടെയൊക്കെയാണെങ്കിൽ നമ്മളെ പണ്ട് ഒരു എനിക്ക് തോന്നുന്നത് എന്നാണ് ആ ഡിസംബർ മാസത്തിൽ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് പെയ്യണ ഏരിയയാണ്. ഇപ്പോൾ മഞ്ഞപ്പൂക്കൾ. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഈ മഞ്ഞപ്പൂ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, ആ മുള്ളുള്ള ആ ഏരിയയാണ്. അല്ല, മുള്ളുള്ള ആ ഒരു ചെടിയാണ്. അതിമേലാണ് ഈ മഞ്ഞപ്പൂ വിരിഞ്ഞത്. ഇതുമേലെ ഇനി ശരിക്ക് അന്ന് മഞ്ഞൊക്കെ ഉണ്ടായിന് കറക്റ്റ് ആയിട്ട്. ഇതന്നെയാണത്, ആ മുള്ളുള്ള ചെടിയാണ്. ഇവിടെയാണ് ആ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത്. ഇതാണ് മൊത്തം മഞ്ഞപ്പൂക്കളാണ്. സംഭവം എന്താ വെച്ചാൽ ഈ തലൈക്കുന്താറിന ഏരിയ അല്ലേ, ഇതിപ്പോൾ ഡിസംബർ മാസത്തിൽ ഫുള്ള് ഐസ്. പിന്നെ ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയിൽ ഫുള്ള് ഈ മഞ്ഞപ്പൂക്കളും കാര്യങ്ങളും. ഏതായാലും ഇവിടെ ഇപ്പോൾ ഫുൾ ടൈം കളറാണ്. സംഭവം നേക്കാട്ടോ, ഒരു വെറൈറ്റി
രസങ്ങള് ഇത് അതായത് നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് നമ്മള് ഇതേ സമയത്ത് ബൊട്ടാണിക്കൽ ഗാർഡൻ അന്ന് ഫവാസൊക്കെ ഉണ്ട്, മജീദാഖാന്റെ ഫവാസൊക്കെ ഉണ്ട്. നമ്മളിപ്പോ കൊറേ ആൾക്കാരുണ്ട്. റേസില നമ്മളെ ഇവന്റെ ഇർഷാദിന്റെ അന്തരമുണ്ട്, ദാൻഷി ഓലൊക്കെ ഉണ്ട്. ഫോട്ടോസ് ഒരാളെ ഗ്രൂപ്പില് അന്നത്തെ പടം അന്ന് സുബണ്ടല്ലേ നമ്മളിപ്പോ മഫീക്ക് ഉണ്ട് അന്ന് നമ്മളിപ്പോ. അപ്പൊ സംഭവം എന്താ വെച്ചാല് തലൈക്കുന്ത ഈ ഏരിയക്ക് ഇപ്പൊ വന്നാല് കറക്റ്റാണ്. തണുപ്പും നല്ല തണുത്ത കാറ്റും നല്ല മഞ്ഞ പൂക്കളും ഒക്കെ സെറ്റ്. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ. സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കേ. ഇന്ന് നാളെ ജോലിക്ക് കാരണം മാസത്തിൽ നിൽക്കരുത്. സ്വന്തമായിട്ട് പേരായി ഗ്യാസായി ഇനിയൊന്നും നോക്കാല്ല. കടങ്ങൾ ഉണ്ടെന്ന് കരുതിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ നിശ്ചയിക്കണം. സ്വാതന്ത്ര്യം നമ്മൾ നിശ്ചയിക്കണം. മുനീറ വിടുന്ന ഓളെ സ്നേഹം കൊണ്ടാണ് മുനീറ വിടാത്തത്. അത് അടിമജീവിതമല്ല. നിങ്ങൾ അടിമജീവിതം ഒഴിവാക്കി നല്ല സ്വാതന്ത്ര്യത്തോടെ നമുക്ക് പറക്കാനുള്ളതാണ്. ഇന്ന് ഇവിടെ ഞാൻ കൊടൈക്കനാൽ കാണുമ്പോ വെച്ചാൽ പോവുക. ഇന്ന് ഊട്ടി കാണുന്നതല്ല പോവുക. ഇന്ന് മന്തി കഴിക്കാൻ പൂജ മന്തി കഴിക്കാൻ വിളിച്ചല്ലോ. ഇന്ന് മൂടില്ല എന്ന് പറയാൻ കാരണം അന്ന് പള്ളത്ത് തിന്ന് കുത്തിരിക്കാനും. അല്ല സത്യത്തിൽ അത്രേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും പൂതിണ്ടെന്നുണ്ടെങ്കിൽ അത് നാളെ ആരെ വേണ്ടി അല്ലെ അതന്നെ നമുക്ക് എന്താണ് അത് ചെയ്യാം. നടക്കുന്ന ഉറപ്പുണ്ടോ? മനുഷ്യന്റെ കാര്യമാണ് എപ്പോഴാ തീരാന്ന് പറയാല്ലേ. ഈ വലിച്ച ശ്വാസം പുറത്തേക്ക് പോരുന്നുള്ളത് ഒരു ഉറപ്പില്ല. ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കണം, അത് ഇന്ന് തന്നെ ചെയ്യണം. എന്താ സംശയം ഉണ്ടോ? അതിലൊന്നും ഒരു സംശയമില്ല. നാളെ ജോലി എടോ അത് നമുക്കറിയില്ല. നാളെ മൈജി ഷോജിന്റെ ചീത്താരോ മാനേജർ ചീത്താരോ നമ്മളൊരിക്കലും ഒരാളെ അടിമ ചെയ്യിച്ചു. അടിമത്തത്വം എന്നൊക്കെ പറഞ്ഞാല് 1900 കാലഘട്ടം ആ സംതിങ്ങിൽ കഴിഞ്ഞു പോയതാണ്. ഇനി നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കാൻ കാര്യമില്ല. മൈജി സാജിനെ എപ്പോ നോക്കിയാലും പേടി. എന്തിന്? നമ്മക്കാരും പേടിയില്ല. റെസ്പെക്റ്റോ ഒരാളെ കീഴിൽ ജോലി ചെയ്യേണ്ടെന്ന് എഴുതിയിട്ട് ഓനെ പേടിക്കേണ്ട കാര്യം നമ്മളും കൂടി ജോലി ചെയ്തിട്ടാണ് ഓൾക്ക് ബിസിനസ് ഉണ്ടാണ് അല്ലേ? ഓലെ ബിസിനസ് നടക്കുന്നത് നമ്മളും കൂടി ജോലി ചെയ്തിട്ടാണ്. നമ്മളില്ലാന്നുണ്ടെങ്കിൽ ജോലി ഇല്ല. അല്ല ഒരു അംശം കുറഞ്ഞു, ബിസിനസിന്റെ ഒരു അംശം കുറഞ്ഞു. അൻഷിതാണ് പണിക്കാരൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച കുഞ്ഞപ്പോ വെള്ളി ശനി ഞായർ ഞാൻ ലീവ് ആയിക്കാലട്ട് പറഞ്ഞു. അപ്പൊ എന്തേ പരിപാടി വെച്ചു, ഒരു ട്രെയിനിൽ ടിപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടില്ലാക്കൂല കാരണം ട്രെയിനൊക്കെ ആകെ മുടങ്ങും എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഓന് പോകാൻ കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഓന്റെ സ്വാതന്ത്ര്യമല്ല. അതായത് അങ്ങനെ ഡയറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫിനോട് ലീവ് ചോദിച്ചാ അപ്പൊ കൊടുക്കി എടുത്തോന്ന് പറയാ, അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. അത് പറയാൻ പറ്റില്ല. നമ്മള് നമ്മളെ പണിക്കാരോട് ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞാലും ഓൾക്ക് ഓല് ലീവ് എടുത്ത് പോണത് ഓലെ സ്വാതന്ത്ര്യമാണ്. ഓൾക്ക് ഇന്നത്തെ സ്വാതന്ത്ര്യമായിട്ടാണ്. പറയാ സത്യത്തില് നല്ലോണം പാളിയണേ. അത് പാളിയാനാണ്. ഇങ്ങോട്ടേ അത് പാളിയല്ലേ, അതിലൊന്നും ഒന്നും പറയാല്ല. ഞാൻ എന്റെ പണിക്കാരോട് ഒരിക്കലും എന്റെ പണിക്കാരായിട്ട് കാണില്ല, എപ്പോഴും എന്റെ സുഹൃത്തുക്കളായിട്ട്. ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യണത് രാത്രി 12 മണി ആവാനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇപ്പോൾ വീട്ടിലെത്തിയാണ്. ഇതിൽ വിഷയം എന്താ വെച്ചാൽ ഇന്ന് പോയ ട്രിപ്പും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ആ ഫസ്റ്റ് പോയ മാംഗോ ഓറഞ്ച് എന്ന സ്ഥലമല്ലേ, അത് ഒന്നാമത് ഞങ്ങൾക്ക് ക്ലൈമറ്റിൻ്റെ പ്രശ്നം കാരണം പോയപ്പോൾ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഞങ്ങൾക്ക് വലിയൊരു സുഖം കിട്ടില്ല. പക്ഷേ മറ്റൊടുത്ത് പോയത് ഊട്ടിക്ക് പോയത് അവിടെ അടിപൊളി.
അപ്പോൾ അതേതായാലും മുതലായി. ഏതായാലും പോയിന്, അല്ലാന്നുണ്ടെങ്കിൽ പോയത് വൻ ബോറായി പോയിന്. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാവരും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മഞ്ചേരിയിൽ നിന്നാണ് ഫുഡ് കഴിച്ച്. ഞങ്ങൾ സാധാരണ നോർമലി ഇങ്ങനെ ചെറിയ ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എത്താവുന്ന ദൂരമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ മഞ്ചേരിക്ക് വന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ച് കണ്ടാണ് വീട്ടിലേക്ക് പോകൽ. അതേപോലെ തന്നെ ഇന്ന് മഞ്ചേരി പോയി ഫുഡ് കഴിച്ചു, നേരെ വീട്ടിലെത്തിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.